സമുദായങ്ങൾ തമ്മിലുള്ള മൈത്രിയൊക്കെ മൈക്കിന്റെ മുമ്പിൽ പ്രസംഗത്തിൽ മതി, പ്രവൃത്തിയിൽ ഇപ്പൊ വേണ്ട. നമ്മുടെ നാട്ടില് വലിയ വലിയ വിപ്ലവകാരികള് സ്വന്തം മക്കളെ സ്വന്തം ജാതിയിലെ കല്യാണം കഴിച്ചു കൊടുക്കൂ. അതുകൊണ്ട് സദാശിവൻ നായരെ, തന്റെ മോളെ ഒരു അന്യജാതിക്കാരൻ കെട്ടുന്ന പ്രശ്നം ഉദിക്കുന്നില്ല. എനിക്ക് ഇഷ്ടമുണ്ടായിട്ടല്ലല്ലോ പ്രസിഡന്റ്, അവനും അവളും തമ്മിൽ. ചേടാ, ഒരു അന്യജാതിക്കാരനെ കയറി പ്രേമിക്കാൻ തന്റെ മോളോട് ആരെങ്കിലും പറഞ്ഞോ? പറഞ്ഞിട്ടാണോ പ്രസിഡന്റ് പ്രേമിക്കുന്നത്? തന്റെ അഭിപ്രായം ആരോടോ ചോദിച്ചത്? ഈ കല്യാണത്തിന് താൻ ഒരുമ്പെട്ടാൽ ഞാനടക്കമുള്ള 100 കണക്കിന് സമുദായ പ്രവർത്തകരുടെ ചുവന്ന ചോര കല്യാണ പന്തലിൽ ഒഴുകും. നമസ്കാരം. എവിടുന്നാ? മാപ്രാണോ ഓഫീസിൽ നിന്നാണോ? അല്ല, ബോംബെന്നാ. ബോംബെയിൽ എവിടെ? കലീലിൽ നിന്നാണോ? അല്ല. പിന്നെ എവിടെയാ? ഗാഡ്കൂപ്പറിൽ നിന്നാണോ? അല്ല. ഡോംബിവില്ലിൽ നിന്നല്ലേ? അല്ല. എന്നാ പിന്നെ എവിടെയാണെന്ന് വെച്ച് പറഞ്ഞൂടെ? ഇത് എന്നെ കൊണ്ട് ഇങ്ങനെ ചോദിപ്പിക്കേണ്ട കാര്യം എന്തുള്ളത്? അന്തേരിന്നാ. ഓഹോ, അന്തേരി നിന്നാണോ? അന്തേരി കരയൊക്കെ എങ്ങനെ നടക്കണു? അത് പിന്നെ നമ്മൾ തമ്മിൽ എവിടെയോ വെച്ച് കണ്ടു പരിചയമുണ്ടല്ലോ. നമ്മളോ? വേണ്ട, ഞാൻ പറയാം. തളിയക്കാട്ടിലെ അച്ഛൻ നായരുടെ മകള് സുശീലയെ കല്യാണം കഴിച്ച. അല്ല, ഞാൻ നിക്ക് ഞാൻ പറയാം. ഒരു കരയോഗം പ്രസിഡന്റിന് ഇത്തരം കാര്യങ്ങൾ അറിയില്ലെങ്കിൽ ഞാൻ എന്തിനാ ഈ കസേരയിൽ കിടന്ന് ഇങ്ങനെ ആടണേ? മംഗലത്ത് ഗോപാലമേന്റെ മരുമകൻ വിജയൻ. അല്ല, ഞാൻ വേണ്ട, ഞാൻ പറയാം. കിട്ടി FA സീറ്റിൽ ജോലി ചെയ്യുന്ന നാരനകുട്ടിമേന്റെ അനിയൻ. എങ്ങനെയുണ്ട്? ഓർമ്മ വേണം. സ്കൂളിൽ പഠിക്കുമ്പോഴേ വികൃതി. അതെ, എന്റെ ചേട്ടന്റെ പേര് കൊച്ചൗസേപ്പെന്നാ. എന്നാ പിന്നെ തനിക്കിത് ആദ്യം പറഞ്ഞു മാപ്പിളെ. എന്റെ പേര് വർഗീസ്. തന്റെ പേര് എന്തെങ്കിലും ആവട്ടെ, തനിക്കിപ്പോ എന്താ വേണ്ടേ? ഒരു കട്ടില് കിട്ടുമെന്ന് അറിയാനാ. അല്ല, കട്ടിലുണ്ടാക്കി തരാൻ ഞാൻ ശരിയൊന്നുമല്ലല്ലോ. ഉണ്ടാക്കി തരണ്ട. പ്രസിഡന്റിന്റെ വീട്ടിൽ കാണുമെന്ന് പണിക്കാർ പറഞ്ഞു. വാഴക്കാട്ടുകാരുടെ പഴയ മാളിക വിലക്ക് വാങ്ങിച്ചത് ബോംബെയിലുള്ള നിങ്ങളുടെ ജാതിക്കാരൻ ഒരാളാ. അങ്ങനെ കിടക്കാനാ. സുപ്രപഞ്ചക്കെട്ടിലോ സപ്രപഞ്ചക്കെട്ടിലോ വില എന്ത് വേണമെങ്കിൽ തരാം. കാശ് കിട്ടിയ സ്വന്തം വീടിന്റെ കഴുക്കോല് വരെ ഊരി വിൽക്കുന്നാണ് എന്നെ പറ്റി എന്റെ ജാതിക്കാരായ ഈ നാട്ടുകാര് പറയുന്നത്. ഒരു കരയോഗം പ്രസിഡന്റ് ആവുമ്പോ ഇങ്ങനെ പലതും സഹിക്കേണ്ടി വരും. ഇതൊക്കെ നിസ്സാരം. ഈ സോക്രട്ടീസിനെ പറ്റി എന്തൊക്കെ കഥകളാ പറഞ്ഞിട്ടുള്ളത്? ഈ ടോൾസ്റ്റോയെ പറ്റി എന്തൊക്കെയാ പറഞ്ഞിട്ടുള്ളത്? മഹാത്മാരെ പറ്റി അങ്ങനെ പലതും പറയും. തനിക്കിപ്പോ എന്താ വേണ്ടേ? കോടാലിയോ? അല്ല, കട്ടില്. കട്ടില്. ഒരു കട്ടിലല്ലേ വേണ്ടു. വാ, നമുക്ക് പോവാം. എന്റെ മകളുടെ കല്യാണം ചോരപ്പുഴ ഒഴുകും. ഇതാണ് ഞാൻ പറഞ്ഞ ചാത്തോത്ത് പണിക്കരുടെ വീട്. പണ്ട് വലിയ നിലയിലൊക്കെ കഴിഞ്ഞിരുന്ന തറവാടാ. ഇപ്പൊ പൊളിഞ്ഞു. ഇപ്പൊ ഈ കരയില് ഒരേ ഒരു പ്രമാണിയുള്ളൂ. ആരാണ് ചോദിക്കേ?